ഇന്ന് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് രണ്ട് കൊലപാതക വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഈ സെബാസ്റ്റ്യൻ നടത്തിയ കൊലപാതകം, മറ്റൊന്നൊരു ഹോക്കി സ്റ്റിക്ക് കൊണ്ട് ഒരാളെ അടിച്ചു വീഴ്ത്തിയ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്തയിൽ എന്തൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും 3 പേർ ചേർന്നാണ് മനുവിനെ കൊലപ്പെടുത്തിയത്. ഒന്ന് മണികണ്ഠൻ കാപ്പ ചുമത്തപ്പെട്ട ഒരാളാണ്, പ്രതിയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ മണികണ്ഠൻ. ആഷിഖ്, പ്രണവ്, ഈ 3 പേർ ചേർന്നാണ് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മനുവിനെ അടിച്ച് കൊല്ലുന്നത്. ഇന്നലെ രാത്രി 12:30 സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി ശിവപുരം കോളനിയിൽ ഒരു വീട്ടിലെ അച്ഛനും മകനും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടാകുന്നു. ഈ തർക്കത്തിൽ ഇടപെടാൻ മകൻ മണികണ്ഠൻ എന്ന ക്രിമിനലിനെ വിളിക്കുന്നു. അതിനിടയിലാണ് മനു, ആ സമീപത്ത് തന്നെയാണ് മനു ഇക്കാര്യത്തിൽ ഇടപെടുന്നു. മനുവും മണികണ്ഠനും തമ്മിൽ അടിപിടി ഉണ്ടാകുന്നു. പിന്നീട് മനുവിൻ്റെ തലയ്ക്ക് പരിക്കേറ്റ മനു പിന്നീട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി, ബൈക്കും എടുത്ത് പോയി ചികിത്സ തേടി തിരിച്ച് ബൈക്ക് വരുമ്പോഴാണ് വഴിയിൽ വെച്ച് മനുവിനെ ഈ 3 പേർ കൂടി കാണുന്നത്. പിന്നീട് ഈ 3 പേർ ചേർന്ന് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ച് കൊല്ലുകയായിരുന്നു. ബോഡി വഴിയിൽ ഉപേക്ഷിച്ച ശേഷം അവർ രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഒളിവിൽ തന്നെയാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അരുൺ. ഓക്കെ, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, അല്ലേ?